അപ്പോൾ നമ്മൾ ഇന്ന് പോർക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പന്നി വാങ്ങിയത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുത്തത് ആണത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 9-10 വിസിൽ അടിച്ചാൽ മതിയാകും. നല്ല സോഫ്റ്റായിട്ട് വേവാനായിട്ട് ഒരു 10 വിസിലെങ്കിലും അടിക്കണം കേട്ടോ. പിന്നെ ചില കുക്കറിന് അത്രയും വേണ്ടി വരത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചൊന്ന് വേവിച്ചെടുക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനാണ്, തേങ്ങക്കൊത്ത് വറുത്തെടുക്കാനായിട്ടാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങക്കൊത്ത് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത തേങ്ങക്കൊത്ത് മാറ്റിയെടുത്ത് വെച്ച ശേഷം വേറൊരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രാമ്പൂ, പട്ട അതെല്ലാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രാമ്പൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് പേസ്റ്റായിട്ടല്ല, നമ്മൾ ചതച്ചെടുക്കുക ചെയ്തേക്കുന്നത്. കുറച്ചും കൂടി റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പേസ്റ്റ് ആക്കുന്നതിനേക്കാളും. അപ്പോൾ ഗ്രാമ്പൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. അതുവരെ അതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2-3 പച്ചമുളക് നടുവേ കീറിയത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സവോളയും കുറച്ച് ചെറുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. കൊച്ചുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. സവാള കുറച്ചിട്ട് കൊച്ചുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും റോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതിപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്താലും ബീഫ് റോസ്റ്റ് ചെയ്താലും കൊച്ചുള്ളി ഇടുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് വേഗം വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങാക്കൊത്തില്ലേ അത് ആഡ് ചെയ്ത് ഇപ്പോൾ കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇനി നന്നായിട്ട് സവാള ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത്. കശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർത്തത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി തന്നെ ചേർക്കണം. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടി. അത് കുറച്ച് ചേർക്കുക. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം എരിവുള്ള മുളക് പൊടി നമുക്ക് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട്
കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ മസാലക്കൂട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അത് കൂർഗ് മസാലയാണ്. ഇത് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു കൂർഗ് മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റിന് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവം. ഒരു സ്പെഷ്യലാക്കി തീർക്കുന്നത് ഈ മസാലയാണ്. നന്നായിട്ട് ആ മസാല എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പന്നി അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളത്തോടെ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നില്ല, കാരണം അതിനകത്ത് നെയ്യുള്ളതാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നെയ്യോടുകൂടി തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പന്നി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കാരണം നമ്മൾ ആദ്യം പന്നി വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തായിരുന്നു, പിന്നെ സവാള വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അത് കാരണം നമ്മളിപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്.
അധികം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയതാണ്, പന്നി നന്നായിട്ട് വേവിച്ചെടുത്താണ്. അതുകൊണ്ട് അധികം നേരം വെച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.